വയനാട്ടിൽ സജോ ദേവസിയുണ്ട്. സജോ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? എപ്പോഴായിരിക്കും ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഉത്തരവ് പുറത്തിറങ്ങുക? അതിനായുള്ള നടപടികൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ക്രിസ്റ്റീന, അതാണ് ഈ കാര്യത്തിൽ മയക്കുവെടി വെക്കാനുള്ള ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങുക എന്നതാണ് കാത്തിരിക്കുന്നത്. ആ ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വനം വകുപ്പ് സംഘവും പോലീസും ഒപ്പം നോർത്തേൺ സൗത്തേൺ വയനാട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ സംഭവ സ്ഥലത്ത് ഉണ്ട്. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം. അതായത് മാനന്തവാടി നഗരത്തോട് തന്നെ ചേർന്ന ഒരു വാഴകൃഷിയൊക്കെയുള്ള ഒരു വയൽ ഭാഗമാണ്. അവിടെ ഇപ്പോൾ ആന നിലയുറപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ശാന്തപ്രകൃതക്കാരൻ തന്നെയാണ്. ഞാൻ നിൽക്കുന്നത് ഈ നഗരത്തോട് ചേർന്ന ഒരു ഹോട്ടലിലാണ്. ഈ ഹോട്ടലിൻ്റെ പിൻഭാഗത്തോട് ചേർന്നാണ് ഈ വയൽ പ്രദേശമുള്ളത്. അതുവഴി മെല്ലെ നടന്നു നീങ്ങുന്നുണ്ട്. അങ്ങോട്ടേക്കും ഈ കൂടുതൽ ആശുപത്രികളും ഒപ്പം വീടുകളും കൃഷിയിടങ്ങളും ഒക്കെയുള്ള ഒരു പ്രദേശമാണ്. അങ്ങോട്ടേക്കും മെല്ലെ നടന്നു നീങ്ങുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പരിഭ്രാന്തനായിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. അത് ആശ്വാസകരമാണ്. കാരണം ഈ ആനയുടെ ഒരു കൃത്യമായ ഹിസ്റ്ററി ഇപ്പോൾ വനം വകുപ്പിൻ്റെ കൈവശമുണ്ട്. കാരണം കർണാടകയിലെ ഹാസനിൽ നിന്ന് ഈ മാസം 16-ന് തന്നെ പിടികൂടി, അവിടെ ബേലൂർ ഡിവിഷനിൽ നിന്ന് പിടികൂടി പിന്നീട് നഗർഹോള വന്യജീവി സങ്കേതത്തിൻ്റെ അടുത്ത് തുറന്നു വിട്ടതാണ്. അവിടെ കാപ്പിത്തോട്ടത്തിൽ സ്ഥിരമായി ആ കൃഷിയിടത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ് അവിടെ കർണാടക വനം വകുപ്പ് പിടികൂടുകയും ഏതെങ്കിലും തരത്തിലൊരു ഇത്തരം അക്രമ സ്വഭാവം എന്നൊരു ട്രാക്ക് റെക്കോർഡ് ഇല്ലാത്തത് കൊണ്ടാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച് പിന്നീട് വനമേഖലയിലേക്ക് തുറന്നു വിട്ടത്. പക്ഷേ കിലോമീറ്ററുകൾ ഒരുപാട് അവിടെ നിന്ന് സഞ്ചരിച്ചു. അതിനുശേഷമാണ് ഇങ്ങനെ തലപ്പുഴ വഴി പിന്നീട് മാനന്തവാടി നഗരത്തിലേക്ക് എത്തിയത്. അതേതായാലും വലിയ തോതിൽ ഇപ്പോൾ നഗരമേഖലയിലെ മിക്കവാറും സ്ഥാപനങ്ങളൊക്കെ അടച്ചിട്ടുണ്ട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം. കാരണം വലിയ തോതിൽ ആളുകൾ എത്തുന്ന ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, അങ്ങനെ നിരവധി സ്ഥാപനങ്ങളുള്ള ഒരു പ്രദേശമാണ്. ആന ഇപ്പോൾ കുറച്ച് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം അല്പം നടന്ന് ആ എതിർഭാഗത്തേക്ക് നീങ്ങുകയാണ്. അങ്ങോട്ടേക്കും ജനവാസ മേഖലയൊക്കെയാണ്. പക്ഷേ അവിടെയും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ തന്നെയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആനയെ പരിഭ്രാന്തിയിലാക്കുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു ഇടപെടൽ വേണ്ട എന്ന തരത്തിലാണ്. നേരെ എതിർഭാഗത്തേക്കാണ്. പക്ഷേ ഇവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ തുരത്തുക എന്നതൊന്നും പ്രായോഗികമല്ല. കാരണം ഇതൊരു നഗരമേഖലയാണ്, ധാരാളം ആളുകളുണ്ട്. തുരത്തിയാൽ തന്നെ ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള ഒരു വനമേഖല എന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് ഒരു 12 കിലോമീറ്ററോളം ദൂരമെങ്കിലും ഇവിടെ നിന്ന് വനമേഖലയിലേക്കുണ്ട്. അതുകൊണ്ട് തുരത്തൽ പ്രായോഗികമല്ല എന്നത് നേരത്തെ തന്നെ വനം വകുപ്പ് ഒരു നിഗമനത്തിലേക്ക് എത്തിയതാണ്. ഇപ്പോൾ ഈ ഭാഗത്ത്, അതായത് ഇതൊരു വയൽ മേഖലയാണ്, ഈ ചുറ്റും നഗരമേഖലയാണ്. അതായത് കച്ചവട സ്ഥാപനങ്ങളും എല്ലാം ഉള്ള വിവിധ സ്ഥാപനങ്ങളെല്ലാം ഉള്ള ഒരു നഗരമേഖലയാണ്. അതിനോട് ചേർന്ന ഒരു ചെറിയ കുഴി, ഒരു താഴ്വാരം എന്ന നിലയ്ക്ക് പറയാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഈ കാണുന്ന ആന ഇപ്പോൾ കാണുന്ന. കുറച്ച് അങ്ങനെ ആ ഭാഗത്തുകൂടി അതിൻ്റെ അടുത്തൊന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തൊട്ടടുത്തേക്കൊന്നും ആളുകൾ മാറി നിൽക്കാനൊക്കെ നിർദ്ദേശിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ധാരാളം ആളുകൾ ആനയെ കാണുന്നതിനും മറ്റുമൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് തന്നെ, അത് കുറേയധികം സമയമായി ഈ ഭാഗത്ത് തന്നെയാണ് ഈ തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവിടെ തൊട്ടടുത്തൊരു വാഴത്തോട്ടമാണുള്ളത്. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നടന്നു നീങ്ങുന്ന അത് ദൃശ്യങ്ങളിൽ ഉള്ളത്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷനിലേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കില്ല. RRT സംഘത്തിന്റെ സാന്നിധ്യമുണ്ട്. വെറ്റിനറി അസിസ്റ്റൻസും വേണ്ടതുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടാകേണ്ടതുണ്ടെങ്കിൽ വെറ്റിനറി അസിസ്റ്റൻസ് ഉണ്ട്. അതൊക്കെയുള്ള സാന്നിധ്യം ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആന ഈ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കൃഷിത്തോട്ടത്തിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ ഒരു വാഴകൃഷി. കർണാടകയിലെ ഹാസനിൽ നിന്ന് വയനാട് മാനന്തവാടിയിലെത്തിയ കാട്ടാന ഇപ്പോൾ അത് നിന്ന സ്ഥലത്ത് നിന്ന് വയൽ പ്രദേശത്തേക്ക് മാറിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് സജോ ദേവസിയാണ്.